അപ്പോൾ ഇന്നൊരു ഫുൾ മെഡിറ്റേഷൻ ആണ് ചെയ്യുന്നത്. പുതുതായിട്ട് വന്നവർക്ക് ചിലപ്പോൾ അത് കംപ്ലീറ്റ് അതിലേക്ക് എത്താൻ പറ്റില്ലായിരിക്കും. അത് സാരമില്ല. പുതുതായിട്ട് വരുന്നവരെ ഞാൻ അടുത്ത ദിവസം തൊട്ട് ഞാൻ ഫ്രഷ് ആയിട്ടൊരു ബാച്ച് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ സ്റ്റാർട്ടിങ് തൊട്ട് തുടങ്ങാം. ഇന്നൊരു ഫുൾ മെഡിറ്റേഷൻ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. നോക്കട്ടെ. ഓക്കെ. അപ്പോൾ എല്ലാവരും റിലാക്സ്ഡ് ആയിട്ടിരിക്കുക. ഷോൾഡർ ഒക്കെ റിലാക്സ് ചെയ്യുക. സ്ട്രെയിറ്റ് ആയിട്ടിരിക്കുക. കണ്ണുകൾ സാവധാനം അടയ്ക്കുക. ദീർഘമായിട്ടൊരു 3 തവണ ശ്വാസം എടുത്ത് ലങ്സിനെ കൂടെ ഒന്ന് റിലാക്സ് ചെയ്യുക. ആദ്യം ആനപാനസതിയിലേക്ക് വരിക. അതായത് ശ്വാസോച്ഛ്വാസത്തിൽ ശ്രദ്ധിക്കുക. ശ്വാസോച്ഛ്വാസത്തിന്റെ 4 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുന്നു. ഒന്ന്, ശ്വാസോച്ഛ്വാസത്തിന്റെ ഒരു ക്രമം. അതായത് ഉള്ളിലേക്ക് ശ്വാസം എടുക്കുന്നു, പിന്നെ ഒന്ന് പോസ് ചെയ്യുന്നു, പിന്നെ പുറത്തേക്ക് വിടുന്നു, പിന്നെ ഒന്ന് പോസ് ചെയ്യുന്നു. അതാണ് അതിൻ്റെ ഒരു ക്രമം. ആ ക്രമത്തെ ഒന്ന് കുറച്ച് നേരം ശ്രദ്ധിക്കാം. അതിനുശേഷം ശ്വാസം ഉള്ളിലേക്ക് എടുക്കുകയും പുറത്തേക്ക് എടുക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ മൂക്കിലൂടെ സ്പർശിച്ചിട്ടാണ് ആ ശ്വാസം കടന്നു പോകുന്നത്. അതിൻ്റെ സ്പർശനം നമുക്ക് കുറച്ച് നേരം ശ്രദ്ധിക്കാം. അതിനുശേഷം നമ്മുടെ മൂക്കിലേക്ക് ശ്വാസം എടുക്കുകയും തിരിച്ചു വിടുകയും ചെയ്യുമ്പോൾ ആ ശ്വാസത്തിന് രണ്ടിനും അതിൻ്റെ താപനിലയ്ക്ക്, അതിൻ്റെ ടെമ്പറേച്ചർ ചെറിയ വ്യത്യാസം ഉണ്ടാവും. ഉള്ളിലേക്ക് പോകുന്ന ശ്വാസത്തിന് കുറച്ച് തണുപ്പുണ്ടാവും, പുറത്തേക്ക് പോകുന്ന ശ്വാസത്തിന് കുറച്ച് ചൂടുണ്ടാവും. ആ ചെറിയ ഒരു ടെമ്പറേച്ചർ വ്യത്യാസം അത് നിങ്ങൾക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്നുണ്ടോ അല്ലെങ്കിൽ ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. 4-മത്, ശ്വാസം എടുക്കുകയും പുറത്തേക്ക് വിടുകയും ചെയ്യുമ്പോൾ അതിനകത്ത് ഒരു ചെറിയ ശബ്ദം നമുക്ക് കേൾക്കാൻ പറ്റും. ശ്വാസത്തിന്റെ ശബ്ദം പോകത്തില്ല. അത് വളരെ വളരെ ശ്രദ്ധിച്ചാലേ കിട്ടത്തുള്ളൂ. ഈ 4 കാര്യങ്ങളിലേക്ക് നമുക്ക് ഒന്നൊന്നായിട്ടൊന്ന് ശ്രദ്ധിക്കാം. ഞാൻ നിങ്ങളെ ഗൈഡ് ചെയ്യാം. ആദ്യം ശ്വാസത്തിന്റെ ക്രമം ശ്രദ്ധിക്കുക. ഇനി നമുക്ക് ശ്വാസത്തിന്റെ സ്പർശനം ശ്രദ്ധിക്കാം. ശ്വാസം ഉള്ളിലേക്ക് പോവുകയും പുറത്തേക്ക് വരികയും ചെയ്യുമ്പോൾ നമ്മുടെ മൂക്കിലൂടെ ടച്ച് ചെയ്താണ് അത് പോകുന്നത്. ആ ടച്ച് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കുക.
അടുത്തതായിട്ട് നമ്മുടെ ശ്വാസത്തിൻ്റെ ടെമ്പറേച്ചർ വ്യത്യാസം ശ്രദ്ധിക്കുക. അടുത്ത നമ്മുടെ ശ്വാസത്തിൻ്റെ ശബ്ദം ശ്രദ്ധിക്കുക. ഇത് വളരെ ശ്രദ്ധിച്ചെങ്കിൽ മാത്രമേ കിട്ടുള്ളൂ. ശ്വാസത്തിന് ഒരു രീതിയിൽ നിങ്ങൾ ഫോഴ്സ് ചെയ്യുകയോ അതിനെ മാനിപ്പുലേറ്റ് ചെയ്യുകയോ ഒന്നും ചെയ്യണ്ട. സ്വാഭാവികമായിട്ട് ശ്വാസം എങ്ങനെ പോകുന്നു അതിനെ അങ്ങനെ തന്നെ ഒബ്സർവ് ചെയ്താൽ മാത്രം മതി. ഇതിനിടയ്ക്ക് നമ്മുടെ ചിന്തകൾ മറ്റെവിടെയെങ്കിലുമൊക്കെ പോയാലും തിരിച്ച് ശ്വാസത്തിൽ തന്നെ കൊണ്ടുവരണം. ഈ പ്രക്രിയയിൽ തന്നെ നമ്മൾ ഫോക്കസ് ചെയ്യണം. ഇത് നമ്മൾ ചെയ്യുന്നത് നമ്മുടെ മൈൻഡിനെ ചിന്തകളിൽ നിന്ന് കുറയ്ക്കാനും ബോഡിയിലേക്ക് നമ്മുടെ അറ്റൻഷൻ കൊണ്ടുവരാനും വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് തിരിച്ച് ശ്വാസത്തിന്റെ സ്പർശനത്തിൽ മാത്രം, അതാണ് നമുക്ക് കൂടുതലായിട്ട് അറിയേണ്ടത്. സ്പർശനം, അതൊരു ഫീലിംഗ്. ആ ഫീൽ ചെയ്യുന്നതിനെ നമ്മൾ ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. അതിന് കുറച്ചു നേരം കൂടുതലായിട്ട് ശ്രദ്ധിക്കുക. ഇപ്പൊ നമ്മുടെ ശ്വാസം വളരെ നേർത്ത് വരും, ശ്വാസോച്ഛ്വാസമൊക്കെ വളരെ സ്ലോ ആവും, നമ്മുടെ മൈൻഡ് ഷാർപ്പാവും. പക്ഷെ അപ്പോഴും നമുക്ക് ആ ശ്വാസം കയറി ഇറങ്ങുന്നതിന്റെ സ്പർശനം നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും.
ഇനി ഒന്നും കൂടെ നല്ല ഫോക്കസ് ആയിട്ടുള്ളവർക്കാണെങ്കിൽ നമ്മുടെ മൂക്കിന് താഴെ നമ്മുടെ മേൽചുണ്ടിന് മുകളിലുള്ള ആ ഒരു ചെറിയ മീശയൊക്കെ വരുന്ന ആ ഒരു ചെറിയ ഭാഗത്ത് നമ്മുടെ ശ്വാസം സ്പർശിക്കുന്നതിനെ ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. അതൊന്നും കൂടെ നല്ല ഫോക്കസ് ഉള്ളവർക്ക് ആണത് കിട്ടുക. ഇല്ലെന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ ഇത്രയും കാര്യങ്ങളൊന്നും കൂടെ നല്ല ക്ലിയർ ആയിട്ട് ചെയ്തു വരുമ്പോൾ നിങ്ങൾക്ക് തനിയെ അത് കിട്ടിക്കോളും. ഞാൻ എന്തായാലും അതും കൂടെ പറഞ്ഞാണ് പോകുന്നത്. അതായത് മീശയുള്ള ആ ഭാഗം അല്ലെങ്കിൽ മേൽചുണ്ടിന് മുകളിലുള്ള മൂക്കിന് താഴെയുള്ള ഭാഗത്ത് നമ്മുടെ മൂക്കിൽ നിന്ന് വരുന്ന ആ ശ്വാസം സ്പർശിക്കുന്നത്, തട്ടുന്നത് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക. അതൊരു അടയാളമാണ് നമുക്ക് എത്രത്തോളം ഫോക്കസ് ആയി എന്നുള്ളതിൻ്റെ. അത് കിട്ടാത്തവർ വിഷമിക്കേണ്ട, നിങ്ങളുടെ ഫോക്കസ് നിങ്ങൾ പതുക്കെ ശരിയാക്കി എടുത്താൽ മതി, തനിയെ വന്നോളൂ. ഇനി നിങ്ങൾ നിങ്ങളുടെ മൂക്ക് എന്ന് പറയുന്ന മൊത്തം അവയവവും ആ മേൽചുണ്ടിന് മുകളിലുള്ള മീശയുടെ ഭാഗത്തുള്ള ആ പോർഷനും കൂടെ കൂടി ഒരു ത്രികോണം വരുന്ന ആ ഒരു ഷേപ്പിൽ വരുന്ന ഏരിയ മാത്രമായിട്ട് ശ്രദ്ധിക്കുക. അവിടെ നിങ്ങളുടെ ഫോക്കസ് അവിടെയാണ്, നിങ്ങൾ അവിടെയാണ് ഇത്രയും നേരം നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നത്. അത്രയും പോർഷനെ മൊത്തമായിട്ട് ശ്രദ്ധിക്കുക. അവിടെ എന്ത് ഫീൽ ചെയ്യുന്നുണ്ടെന്ന് നോക്കുക. ആ ഒരു ട്രയാങ്കിൾ ഏരിയ, നമ്മുടെ മൂക്ക് ഉൾപ്പെടെയുള്ള നമ്മുടെ മേൽചുണ്ടിന് മുകളിലുള്ള ആ ഒരു ഭാഗം ഉൾപ്പെടെയുള്ള ആ ഒരു ത്രികോണ ഏരിയ, അവിടെ എന്ത് ഫീൽ ചെയ്യുന്നുണ്ടെന്ന് ശ്രദ്ധിക്കുക. മൊത്തത്തിൽ എന്തെങ്കിലും ഒരു തരിപ്പോ എന്തെങ്കിലും ഒരു വ്യത്യാസം, കാരണം നമ്മുടെ ഫോക്കസ് ഇത്രയും നേരം അവിടെയായിരുന്നു. അതുകൊണ്ട് ആ ഭാഗത്തെ സ്പെസിഫിക് ആയിട്ട് തന്നെ കുറച്ചു നേരം ഒന്ന് ശ്രദ്ധിക്കുക. അവിടെ എന്താണ് ഫീൽ ചെയ്യുന്നതെന്നുള്ളതാണ് നോക്കട്ടെ. ഇനി നമ്മുടെ ശ്രദ്ധ നമ്മുടെ കൈവെള്ളകളിലേക്ക് കൊണ്ടുപോവാണ്. കൈവെള്ള, രണ്ട് കൈയുടെയും വെള്ളകളും അതിന്റെ വിരലുകളും ഉൾഭാഗം. അവിടെ എന്താണ് ഫീൽ ചെയ്യുന്നതെന്ന് ശ്രദ്ധിക്കുക. നമ്മൾ അനുഭവിച്ചാണ് അറിയേണ്ടത്, ഇമാജിൻ ചെയ്തല്ല അറിയേണ്ടത്, അനുഭവിച്ചാണ് അറിയേണ്ടത്. ഇപ്പൊ രണ്ട് കൈയുടെ ഉള്ളം കൈയും തരിക്കുന്ന പോലെയോ ഫിംഗേഴ്സിന്റെ അവിടെയൊക്കെ ഒരു തരിപ്പായിട്ട് വേണമെങ്കിൽ ഫീൽ ചെയ്യാം. തുടക്കക്കാർക്ക് ഇത് കിട്ടണമെന്നില്ല,
ഇതിനിടയ്ക്ക് നമ്മുടെ മനസ്സ് ചിന്തകളിലേക്ക് പോവുകയോ ചെയ്യാൻ തിരിച്ചു കൊണ്ടുവരണം. ഇടയ്ക്ക് ദീർഘശ്വാസങ്ങൾ വരുന്നതും മൈൻഡ് റിലാക്സ് ആവുന്നതും സ്വാഭാവികമാണ്. ഇനി കൈയുടെ ആ പുറവശം, മേൽവശം, കൈപ്പത്തിയുടെ ഉപരിവശം, അവിടെ ഫുള്ളായിട്ട് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. അവിടെ എന്താണ് ഫീൽ ചെയ്യുന്നത് നോക്കുക. ഞാൻ ഈ ശ്രദ്ധിക്കാൻ പറയുന്നു എന്ന് പറയുന്നതിന്റെ അർത്ഥം ഫീൽ ചെയ്യുക എന്ന് തന്നെയാണ്. ഇനി കൈപ്പത്തി ആകമാനം, കൈപ്പത്തി എന്ന് പറയുന്ന ആ ഒരു പോർഷൻ മൊത്തമായിട്ട് സർഫസ് മാത്രമല്ല, മൊത്തം ഫ്ലഷ് അടക്കം, ഉള്ളിലത്തെ ഭാഗങ്ങളടക്കം മൊത്തം ഫീൽ ചെയ്യുക. അകത്തെ മാംസവും മജ്ജയും എല്ലും എല്ലാം അടക്കുന്ന ആ ഒരു മൊത്തം അവയവം രണ്ട് കൈപ്പത്തികളും പൂർണ്ണമായിട്ട് ഫീൽ ചെയ്യുക. ഇനി നമ്മൾ കൈയുടെ ബാക്കിയുള്ള പോർഷൻ, തോള് വരെയുള്ള പോർഷൻ പതുക്കെ നമ്മൾ ഫീലിങ്സ് അനുഭവിച്ച് സ്കാൻ ചെയ്ത പോലെ ഫീൽ ചെയ്ത് വരികയാണ്. ചെറിയ ചെറിയ പോർഷനായിട്ട് നമ്മൾ എടുത്തെടുത്ത് മൊത്തമായിട്ട് നമ്മൾ ഫീൽ ചെയ്ത് കൈ മൊത്തത്തോടെ നമ്മൾ കംപ്ലീറ്റ് ചെയ്യാൻ പോവുകയാണ്. എന്ത് ഫീൽ വന്നാലും നമ്മൾ അതിനെ ജസ്റ്റ് ഒബ്സർവ് ചെയ്യുക മാത്രമേ ചെയ്യുന്നുള്ളൂ. അവിടെ എന്താണ് നടക്കുന്നത്, അവിടെ എന്ത് രാസപ്രവർത്തനമാണ് നടക്കുന്നത്, അല്ലെന്നുണ്ടെങ്കിൽ അവിടെ എന്ത് ഫിസിക്സ് ആണ് നടക്കുന്നത്, അല്ലെങ്കിൽ അവിടെ എന്ത് ബയോളജിയാണ് നടക്കണമെന്ന് മാത്രമേ നമ്മൾ നോക്കുന്നുള്ളൂ. അല്ലാതെ നമ്മൾ അതിനോട് ഇഷ്ടം അനിഷ്ടം കാണിക്കുന്നില്ല. നമ്മളതിനെ മാറി നിന്ന് ഒബ്സർവ് ചെയ്യാണ്, ഡിറ്റാച്ച് ചെയ്ത് ഒബ്സർവ് ചെയ്യാണ് എന്താണ് അവിടെ സംഭവിക്കുന്നതെന്ന്. അപ്പോൾ നമ്മുടെ കൈത്തണ്ട, നമ്മൾ വാച്ച് കെട്ടുന്ന റിസ്റ്റ് എന്ന് പറയുന്ന ആ ഭാഗം നമ്മളൊന്ന് ശ്രദ്ധിക്കുക. ചുറ്റോട് ചുറ്റും ശ്രദ്ധിക്കുക, ഇൻ ആൻഡ് ഔട്ട് ശ്രദ്ധിക്കുക. അകത്തും നമ്മുടെ തൊലിക്കുള്ളിലും മാംസത്തിനുള്ളിലും എന്താണ് സംഭവിക്കുന്നത് ജസ്റ്റ് ഒന്ന് ഫീൽ ചെയ്യുക.
ഇനി ഒരു 2 ഇഞ്ച് മുകളിലേക്ക് പിന്നെയും കുറച്ച് സ്ഥലം കൂടെ എടുത്തിട്ട് അവിടെയും ഇതുപോലെ തന്നെ ഇൻ ആൻഡ് ഔട്ട് അറൗണ്ട് ചുറ്റോട് ചുറ്റും നമ്മൾ ശ്രദ്ധിക്കുക. വീണ്ടും ഒരു 2 ഇഞ്ച് മുകളിലേക്ക് നമ്മുടെ കൈമുട്ടിന്റെ അങ്ങോട്ടേക്ക് നമ്മുടെ ഫോക്കസ് ഷിഫ്റ്റ് ചെയ്ത് അവിടെയും നമ്മളിതുപോലെ ഫുള്ള് ഇൻ ആൻഡ് ഔട്ട് ചുറ്റോട് ചുറ്റും നോക്കുക, ഫീൽ ചെയ്യുക. നമ്മളിപ്പോൾ ഏറെക്കുറെ കൈമുട്ടിന്റെ ഇവിടം വരെ ആയിട്ടുണ്ട്. കൈമുട്ട് എന്ന് പറയുന്ന ആ ജോയിന്റ് ഫുള്ളായിട്ടൊന്ന് ഒബ്സർവ് ചെയ്യുക. അവിടെ എന്താണ് ഫീൽ ചെയ്യുന്നത്? ഇൻ ആൻഡ് ഔട്ട്, അതിന്റെ മടക്ക്, പുറവശം എല്ലാം, ബോഡിയുടെ ഫുൾ അകത്തും പുറത്തും എല്ലാം, ശരീരത്തിന്റെ ഉള്ളിലും ആ ജോയിന്റിന്റെ ഉള്ളിലും അവിടെ എന്താണ് സംഭവിക്കുന്നത് നോക്കുക. ഇനി പതുക്കെ മുകളിലേക്ക് സ്ലോലി അഡ്വാൻസ് ചെയ്യുക. 2 ഇഞ്ച് നീളത്തില് ഇൻ ആൻഡ് ഔട്ട് ചുറ്റോട് ചുറ്റും
സ്കാൻ ചെയ്യുന്നത് പോലെ അവിടെയുള്ള ഫീലിങ്ങുകളെ നമ്മൾ സ്കാൻ ചെയ്ത് അനുഭവിച്ച് തന്നെ മുകളിലേക്ക് സാവധാനം പ്രൊസീഡ് ചെയ്യുക. തൊലിപ്പുറത്ത് മാത്രമല്ല, ഉള്ളിലും നമ്മുടെ മൊത്തം ബോഡിയുടെ ആ പോർഷൻ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റണം. അങ്ങനെ നമ്മുടെ ബൈസെപ്സ്, ട്രൈസെപ്സ് ആ ഭാഗം എല്ലാം നമ്മൾ പതുക്കെ നോക്കി ഷോൾഡറിൻ്റെ അവിടുത്തെ മസിലും എല്ലാം നോക്കി നമ്മൾ കക്ഷം ഷോൾഡർ വരെ എത്തുക. ഷോൾഡർ ജോയിന്റ് ശ്രദ്ധിക്കുക. ഇനി നമ്മൾ നേരെ താഴെ കാൽവളയിലേക്ക് പോവുക. കാൽവള ഇതുപോലെ കൈവെള്ളം നോക്കി ഇതുപോലെ തന്നെ ശ്രദ്ധിക്കുക. കാൽവെള്ള, കാലിന്റെ ഫിംഗേഴ്സ്, ഫീൽ ചെയ്യുക. കാലിൻ്റെ ഉള്ളിലെ തരിപ്പ് ഫീൽ ചെയ്യുക. ഇനി കാൽപത്തി, പുറത്തും കാൽപത്തി പൂർണ്ണമായിട്ടും ഫീൽ ചെയ്യുക. ഇനി നമ്മുടെ കണങ്കാല് തൊട്ട് മുകളിലേക്ക് മുട്ടുവരെ ഫീൽ ചെയ്ത് വരിക.
സ്കാൻ ചെയ്യുന്നത് പോലെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ സ്കാൻ ചെയ്ത് മുകളിലേക്ക് പോന്നാൽ മതി. ഓരോ സ്ഥലത്തുമുള്ള ഫീലിങ്സ് ഫീൽ ചെയ്ത് സ്ലോലി പ്രോഗ്രസ് ചെയ്ത് മുട്ട് വരെ എത്തുക. നമ്മുടെ കാലിൻ്റെ ഫ്രണ്ട്, ബാക്ക്, കാഫ് മസിൽ എല്ലാം കടന്ന് നമ്മൾ പതുക്കെ മുട്ട് വരെ എത്തുന്നു. മുട്ടിൻ്റെ ജോയിൻ്റ് ഒന്ന് ശ്രദ്ധിക്കുന്നു. ആ ജോയിൻറ്റിലെ ഫീലിങ്സ് നോക്കിയിട്ട് പതുക്കെ നമ്മുടെ തുടകളിലേക്ക് നമ്മൾ ഇരിക്കുന്ന ഭാഗം, നമ്മൾ കസേരയിലാണെങ്കിലോ ബെഡിലാണല്ലോ അമർന്നിരിക്കുന്ന നമ്മുടെ ബാക്ക് സൈഡ്, കാലിൻ്റെ തുടകൾ, ഫ്രണ്ട്, ബാക്ക്, ഇൻ ഔട്ട്, അറൗണ്ട് ഫുള്ളായിട്ട് ഫീൽ ചെയ്ത് വരിക. നമ്മളിരിക്കുന്ന പൃഷ്ഠഭാഗമൊക്കെ ഭയങ്കരമായിട്ട് അവിടെ പെയിൻ ഉണ്ടാവും, അല്ലെങ്കിൽ തരിപ്പുണ്ടാവും. അതൊക്കെ ഫീൽ ചെയ്യുക. അവിടെയൊക്കെ ലൈഫ് ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കുക. ഇവിടെയൊക്കെ കോശങ്ങളുണ്ട്, ആറ്റങ്ങളുണ്ട്, അവിടെയൊക്കെ ലൈഫ് നടക്കുന്നുണ്ട്. അതുപോലെ നമ്മുടെ ജെനിറ്റൽ ഓർഗൻസിൻ്റെ അവിടെ നമ്മുടെ കാൽ ശരീരവുമായിട്ട് ജോയിൻ ചെയ്യുന്ന ആ പോയിന്റ്, ആ ചുറ്റോട് ചുറ്റും ബട്ടക്സ് മുതൽ ഇനി മുകളിലേക്ക് അര വരെ, വേസ്റ്റ് ലൈൻ വരെ സ്കാൻ ചെയ്യുക. ഫ്രണ്ട് ആൻഡ് ബാക്ക്, ഇൻ ആൻഡ് ഔട്ട്, അറൗണ്ട് ഏരിയ. ഇനി അവിടുന്ന് നമ്മുടെ വയറ്, നട്ടെല്ല്, പുറം, റിബ് കേജ് വരെയുള്ള, നമ്മുടെ ചെസ്റ്റിന് താഴെ വരെയുള്ള സ്ഥലം വരെ മുകളിലേക്ക് സ്കാൻ ചെയ്യുക.
നമ്മുടെ വയറിനകത്തും പുറത്തും ഉള്ളിലും ഒക്കെ നമ്മൾ ഫീൽ ചെയ്തുകൊണ്ട് തന്നെ വേണം മുകളിലേക്ക് പോകാൻ. പുറത്ത് നമ്മുടെ പുറം ഭിത്തിയോട് ചേർന്നിരിക്കുന്നുണ്ടെങ്കിൽ, ചാരുന്നുണ്ടെങ്കിൽ അവിടെ നമ്മുടെ ഫ്രണ്ടിലത്തെ റിബ് കേജ്, വാരിയല്, ചെസ്റ്റ്, അതിൻ്റെ അകത്ത് ഹാർട്ട് ബീറ്റ്, ലങ്സിൻ്റെ അപ്പ് ആൻഡ് ഡൗൺ മൂവ്മെൻറ്റ്, ശ്വാസം ഉള്ളിൽ നിറയുന്നത്, ഇവിടെ ചെസ്റ്റ് ഏരിയ കംപ്ലീറ്റ് ആയിട്ട്, ബാക്ക് സൈഡ്, അങ്ങനെ നമ്മൾ എഗെയിൻ നമ്മുടെ കക്ഷം ഷോൾഡർ വരെ നമ്മൾ എത്തുന്നു. അങ്ങനെ നമ്മുടെ ഷോൾഡർ ജോയിൻ്റ്, തോള്, മുകളിലത്തെ തോൾ ഭാഗം, അങ്ങനെ നമ്മൾ കഴുത്തിന് താഴോട്ടുള്ള ഫുൾ ബോഡി നമ്മൾ ഫുള്ളായിട്ട് സ്കാൻ ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ഇനി നമ്മൾ കഴുത്ത് തൊട്ട് മുകളിലേക്കാണ്, നെക്കിൻ്റെ ബോട്ടം തൊട്ട് നെക്കിൻ്റെ ടോപ്പ് വരെ. ഇൻ ആൻഡ് ഔട്ട്, അറൗണ്ട്. സ്കാൻ ചെയ്യുമ്പോൾ ഒരു മെഷീൻ പുറത്ത് മാത്രമല്ല അകത്തും കൂടിയാണ് ശ്രദ്ധിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഫീൽ ചെയ്യുന്ന ആ ഒരു സെൻസ് വെച്ച് നമ്മൾ ഇൻ ആൻഡ് ഔട്ടും നമ്മൾ ശ്രദ്ധിക്കണം. ഇനി നമ്മുടെ തലയുമായിട്ട് ജോയിൻ ചെയ്യുന്ന ഭാഗം, ഇനി അവിടെ നിന്ന് മുകളിലേക്കാണ് നമ്മൾ അഡ്വാൻസ് ചെയ്യുന്നത്. നമ്മുടെ ലോവർ ജോ, നമ്മുടെ താഴത്തെ നിരയിലുള്ള പല്ലുകൾ, നാവ്, ചുണ്ട്, കവിളുകൾ, തലയുടെ പിറകിലുള്ള ഭാഗം, പെടലി, നമ്മുടെ താടിയെല്ല്, ചെവി അവിടെ ജോയിൻ ചെയ്യുന്ന ആ ഭാഗം, അത്ര വരെയുള്ള ഭാഗത്ത് എന്താണ് ഫീൽ ചെയ്യുന്നത് ശ്രദ്ധിക്കുക. താടിയെല്ല് മൊത്തമായിട്ട് തന്നെ. അതായത് സ്കള്ളിൻ്റെ മൂവ് ചെയ്യുന്ന ഭാഗം, തലയൊട്ടിയുടെ താഴത്തെ പോർഷനാണ് മൂവ് ചെയ്യുന്നത്, ആ ഭാഗം. നമ്മുടെ ത്രോട്ട്, തൊണ്ടക്കുഴി. ഇനി നമ്മൾ മുകളിലത്തെ ഭാഗത്തേക്ക് പോവുകയാണ്. മുകളിലത്തെ പല്ലുകൾ, മേൽത്താടി, മേൽചുണ്ട്, മൂക്കിൻ്റെ അവിടെ എത്തുന്നു. ശ്വാസം നമ്മൾ ഫീൽ ചെയ്യുന്നു. മൂക്ക്,
നമ്മുടെ കവിളിൻ്റെ മോൾവാശം, ചെവികൾ, ആ ലെവലിൽ തലയുടെ പുറഭാഗം, രണ്ട് ചെവികൾക്കും ഇടയ്ക്കുള്ള പുറവശത്തെ പോർഷൻ, ചെവികളുടെ രണ്ട് ഇയർ ലോബുകൾ രണ്ടും, പുറത്തേക്ക് നിൽക്കുന്ന ചെവിയുടെ പോർഷൻസ് രണ്ടും. ഇനി നമ്മുടെ ചെവിക്ക് ഉള്ളിലത്തെ ക്യാവിറ്റിയിലേക്ക് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാം. പിന്നെ കണ്ണിൻ്റെ തടങ്ങൾ, കണ്ണുകൾ, ഐബോൾസ് രണ്ടെണ്ണം, രണ്ട് പുരികങ്ങൾ, പുരികങ്ങളുടെ ഇടയ്ക്കുള്ള പോർഷൻ, ആ ലെവൽ വരെ തലയുടെ ചുറ്റോട് ചുറ്റും ഇൻ ആൻഡ് ഔട്ട്. ഇനി മുകളിലേക്ക് നെറ്റി, മൊത്തം ഫോർഹെഡ്, മൊത്തം നെറ്റി ഫീൽ ചെയ്യുക. നെറ്റിയുടെ ആ ലെവലിൽ തലയുടെ ചുറ്റും ചുറ്റും ഇൻ ആൻഡ് ഔട്ട്. ഇനി നമ്മൾ മുകളിലേക്ക് പോകുന്നു. മുകളിൽ തലയുടെ ടോപ്പ് സർഫസ്, ഏറ്റവും ഹെഡിൻ്റെ ടോപ്പിലെത്തുന്നു. നെറുക, ഇനി തിരിച്ച് മൂക്കിൽ ശ്വാസോച്ഛ്വാസത്തിൻ്റെ സ്പർശനത്തിലെത്തുക. തുടങ്ങിയ പോയിന്റിൽ തന്നെ നമ്മൾ എത്തുന്നു. അവിടെ നിന്നുകൊണ്ട് മൊത്തം ബോഡിയെ, ഇൻക്ലൂഡിങ് ഹെഡ് ആൻഡ് ദ റെസ്റ്റ്, എവറിത്തിങ്, ഹോൾ ബോഡിയെ നമ്മളൊന്ന് ഫീൽ ചെയ്യുന്നു. ഓക്കെ, ഇനി കണ്ണു തുറക്കാം എല്ലാവർക്കും. മുഖം ഒക്കെ ഒന്ന്, ഫേസ് ഒന്ന് റബ്ബ് ചെയ്ത് ഫ്രഷ് ആവുക. ഇതിപ്പോൾ നമ്മൾ വളരെ ഫാസ്റ്റായിട്ടാണ് ചെയ്തത്. പക്ഷെ ഇത് കുറച്ചും കൂടെ സ്ലോ ആയിട്ട് വേണം നിങ്ങൾ ചെയ്യാനായിട്ട്. ഇതേ ഓർഡറിൽ ചെയ്യണം. ഇപ്പോൾ ഏറെക്കുറെ ഇനി 1 മിനിറ്റ് കൂടെ ബാക്കിയുള്ളൂ. 1-2 മിനിറ്റ് കൂടെ ഉള്ളൂ. അപ്പോൾ ഇതാണ് നമ്മളുടെ ഒരു ഫുള്ള് മെഡിറ്റേഷൻ്റെ സീക്വൻസ്. അപ്പോൾ ഇത് എല്ലാവരും പ്രാക്ടീസ് ചെയ്യുക. കുറച്ചുകൂടെ സമയം എടുത്ത് പ്രാക്ടീസ് ചെയ്യുക. അറ്റ്ലീസ്റ്റ് ഒരു 1 അവർ ഫുള്ളായിട്ട് വേണ്ടി വരും. നമ്മൾക്കിപ്പോൾ ഒരു 40 മിനിറ്റ് കൊണ്ട് നമ്മൾ ചെയ്തത്. ഒരു 1 അവർ എടുത്ത് കംപ്ലീറ്റ് ആയിട്ട് ചെയ്യുക. ഇത് ദിവസവും കണ്ടിന്യൂ ചെയ്യുക.
ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളുടെ മൈൻഡ് ക്ലീൻ ആവും, നിങ്ങളുടെ ടെൻഷനും കുറയും, സ്ട്രെസ്സും കുറയും, എല്ലാം കുറയും. അതിൻ്റെ സയൻസ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, എന്തുകൊണ്ടാണ് അതങ്ങനെ സംഭവിക്കുന്നത് എന്നുള്ളതിൻ്റെ സയൻസ് പറഞ്ഞിട്ടുണ്ട്. തന്നെയല്ല, എപ്പോഴും പിന്നെ എന്തെങ്കിലും ഒക്കെ ചെയ്യുമ്പോഴും നമ്മുടെ ബോഡിയിലേക്ക് നമുക്ക് അവയർനെസ് കിട്ടിക്കൊണ്ടിരിക്കുകയും ചെയ്യും. അപ്പോൾ എപ്പോഴും നമ്മുടെ ബോഡിയിലെ ഫീലിങ്സ് എപ്പോഴും നമുക്ക് സെൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു കഴിവ് ഡെവലപ്പ് ചെയ്യും നമ്മൾ കാലക്രമത്തിൽ. അതാണ് നമുക്ക് വേണ്ടത്. എപ്പോഴും നമ്മുടെ ബോഡിയുടെ സെൻസേഷനെ, ഫീലിങ്സിനെ നമുക്ക് അവെയറായി നിൽക്കുക എന്നുള്ളതാണ് ഏറ്റവും ആവശ്യം. ടൈം എടുത്ത് പ്രാക്ടീസ് ചെയ്യുക. ഒരു ദിവസം ഒരു നേരമെങ്കിലും ചെയ്യുന്നത് വൃത്തിയായിട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.